ബഹുമാനപ്പെട്ട നമ്മുടെ MLA PT റഹീംക, നമ്മുടെ ഗ്രാമത്തിൻ്റെ അധ്യക്ഷ അഡ്വക്കേറ്റ് ഷാരുദി, 9ാം വാർഡ് മെമ്പർ ഹസീന അസീസ്, ഈ നാട്ടിലെ സീനിയർ ഫോട്ടോഗ്രാഫർ അനി, മെറ്റാവേഴ്സ് ഉദ്ഘാടനം ചെയ്ത മുഫീദ്, സർവോപരി ഈ സദസ്സ് ധന്യമാക്കിയ എന്നൊരൊറ്റ വാക്ക് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിഞ്ഞൂടാ. എന്തോ ഒരു വല്ലാത്തൊരു സന്തോഷം ഉളവാക്കുന്ന ഒരു സദസ്സ്. മണക്കടവിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര ഗംഭീരമായ സദസ്സ് വലിയ സദസ്സ് ഉണ്ടായിരുന്നെങ്കിലും ഇത്ര ഗംഭീരമായ പ്രൗഢമായ ഒരു സദസ്സ് ആദ്യമായിട്ടാണ് ഈ വില്ലേജിൻ്റെതായിട്ട് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ വില്ലേജിനെ പറ്റി വിശദീകരിക്കാനാണ് എൻ്റെ കടമ. പക്ഷേ ഈ വില്ലേജെ പറ്റി ഇനി എന്ത് വിശദീകരിക്കാനാണ്? ഈ വില്ലേജ് എന്താണ് എന്നുള്ള ഈ സദസ്സ് ഇവിടെ വിളിച്ചോതി ഇവിടെ ചെയ്ത ഓരോ കാര്യങ്ങളും 2010 ഒരു വൈകുന്നേരം ഏതാനും ചെറുപ്പക്കാരും ഒരു 10-15 കൊല്ലം മുമ്പായതുകൊണ്ട് ഞാനും ചെറിയ ചെറുപ്പക്കാരനായിരുന്നതെന്ന് ഇവിടെ സ്കൂളിൽ ഒരുമിച്ച് കൂടി. അന്ന് ഇവിടുത്തെ നമ്മുടെ ജനപ്രതിനിധികൾ കെ ജയശ്രീ, നമ്മുടെ മാധവേട്ടൻ, പുല്ലുവളപ്പിൽ മാധവേട്ടൻ, ഇവർ രണ്ടാളാണ് 8-9 വാർഡിനെ പ്രതികരിച്ച് നമ്മുടെ പ്രതികളായിട്ടുണ്ടായിരുന്നത്. അവർ മുമ്പാകെ ഒരു അഭിപ്രായം വെക്കുകയാണ്. ആ അഭിപ്രായം വെക്കാനുള്ള കഴിവ് പോലും അറിവ് പോലും മണക്കടവുകാരായ പലർക്കും, ഞാനടക്കമുള്ള ആർക്കും അറിവുണ്ടായിരുന്നില്ല. അതിൻ്റെ ഏതാനും വർഷം മുമ്പ് ഇവിടെ താമസമാക്കിയ യാസറാണ് ഇങ്ങനെ ഒരു ഉദ്ദേശം. ഈ വില്ലേജ് നവമാധ്യമ സാക്ഷരതയിലേക്ക് ലോകം കുതിക്കുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആദ്യത്തെ പടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒളവണ്ണ പഞ്ചായത്തിലെ എന്നല്ല, കോഴിക്കോട് ജില്ലയിൽ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ രംഗത്തേക്ക് പ്രവേശിക്കുന്ന ഒരു വാർഡായിട്ട്, ഒരു നാടായിട്ട് മണക്കടവ് മാറണം എന്നുള്ള ഒരു ആശയം പഞ്ചായത്ത് മെമ്പർമാർ മുമ്പാകെ വെച്ചപ്പം മാധവേട്ടൻ്റെ അന്ന് ഈ വട്ടത്തിൽ നിന്നുള്ള ഒരു ചെറിയ കോല് പോലുള്ള ഫോണാണ്. ഇന്ത്യയിലും അങ്ങനെ തന്നെ, ജയശ്രീൻ്റെ ഒക്കെ കാര്യമായി തോണ്ടുന്ന ഫോൺ അക്കാലത്തില്ല. മാധവേട്ടൻ പറഞ്ഞൊരു വാക്കുണ്ടെന്ന്, നാടിന് ഉപകാരപ്പെട്ട സാധനമാണെങ്കിൽ എന്തായാലും നടത്തിക്കോളി, എനിക്കതിനെ പറ്റൊന്നും വലിയ വിവരമില്ല. അത് വല്ലാത്തൊരു വാക്കായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. നാടിന് ഗുണമുള്ള, നാട്ടുകാർക്ക് ഗുണമുള്ള ഒരു പരിപാടിയാണെങ്കിൽ നിങ്ങൾ അതുമായി മുന്നോട്ട് പോവുക എന്ന സ്ട്രോങ് ആയിട്ടുള്ള നിലപാട് സ്വീകരിച്ച് നമ്മുടെ ജയശ്രീയും മാധവേട്ടനും. അങ്ങനെയാണ് ഈ വില്ലേജ് മണക്കടവ് എന്ന നവമാധ്യമ ഡിജിറ്റൽ കൂട്ടായ്മ, ജനകീയ കൂട്ടായ്മ അന്ന് രൂപം കൊള്ളുന്നത്. ആ രൂപം കൊണ്ട് ഉടനെ തന്നെ ചെയ്തത് മണക്കടവിൻ്റെ ഒരു ആപ്പ്, മണക്കടവിൻ്റെതായ ഒരു ആപ്പ്. ആ ആപ്പിൽ കയറിയാൽ, ആ ആപ്പ് തുറന്നാൽ ഈ മണക്കടവിൻ്റെ സർവ്വ വിവരങ്ങളും അതിലുണ്ടാവണം. അതാണ് അന്ന് ആപ്പ് ഉണ്ടാക്കിയത്. ആപ്പ് ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ കുറച്ച് ഭാരിച്ച പണിയാണ് അക്കാലത്തെ സംബന്ധിച്ചിടത്തോളം. ഇന്നും അങ്ങനെ തന്നെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് തുറന്നാൽ മണക്കടവിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് എവിടെ എത്തി എന്ന് ഇവിടുത്തെ യാത്രക്കാർക്ക് അറിയണം. മണക്കടവിലെ ബ്ലഡ് കൊടുക്കാൻ തയ്യാറുള്ളവരുടെ ഗ്രൂപ്പ് അതിലറിയണം. മണക്കടവിലെ വിദ്യാലയങ്ങളെപ്പറ്റി അറിയണം, വായനശാലയെപ്പറ്റി അറിയണം, സാംസ്കാരിക കൂട്ടായ്മകളെപ്പറ്റി അറിയണം, എന്തും. അതോടൊപ്പം തന്നെ ഇവിടെ സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് വർക്കേഴ്സ്, സാങ്കേതിക രംഗത്ത് തികവുള്ള അറിവുള്ള ആൾക്കാർ, അതുപോലെ തന്നെ അൺസ്കിൽഡ്, അതായത് ഈ കൈക്കോട്ട് കൊത്തുന്ന, തേങ്ങ വലിക്കുന്ന, വളരെ അപൂർവമായിട്ടുള്ള തൊഴിലാണ് ഈ തേങ്ങ വലിക്കുക, നാളെ കിട്ടാത്ത അവസ്ഥ. അത്തരം മേഖലകളിൽ, എല്ലാ മേഖലകളിലുള്ള ആൾക്കാരൊക്കെ എന്ന് ഈ ആപ്പ് തുറന്നാൽ അറിയണം. ആ രൂപത്തിൽ മണക്കടവിൽ ഈ വില്ലേജ് ആപ്പ് എന്ന സാധനം ഇവിടെ നമ്മൾ ലോഞ്ച് ചെയ്ത്. സുഖദേട്ടനാണ് അക്കാലത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റ്. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് ഈ സംവിധാനത്തോട് പ്രതികരിച്ചതും അതിനുവേണ്ട നിർദ്ദേശങ്ങൾ നൽകിയതും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്ത് ഈ ഗേറ്റ്, മണക്കടവിൽ ഒരു റൂമിൽ ഈ ഗേറ്റ് എന്നൊരു സ്ഥാപനം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ മുദ്രാവാക്യം തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ, സ്വയം ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ. ഓൺലൈൻ സേവനങ്ങൾ
ചെറുതാക്കി ആർക്കും ചെയ്യാൻ പറ്റിയ അവസ്ഥയിലേക്കുള്ള സാധനമാണ് ഇത്. ഈ അക്ഷയ കേന്ദ്രത്തിൽ പോയി തലയുറഞ്ഞ് നിൽക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടൊരു സംവിധാനം അവിടെ ഉണ്ടാക്കുകയും അതുവഴി ഈ നാട്ടിൽ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരം കിട്ടുകയും ചെയ്ത്, അതോടൊപ്പം തന്നെ ഈ ഓൺലൈൻ സംവിധാനത്തിലേക്ക് അറിയാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച് സ്വയം ചെയ്ത് പഠിക്കാനും ഒരുപാട് കുടുംബങ്ങൾ കഴിഞ്ഞ് എന്ന വസ്തുത. ഈ ഗേറ്റ് ഇ-വേ ആവുകയും ഈ മുറ്റമാവുകയും ചെയ്തു. ഈ മുറ്റം എന്ന് പറയുന്നത് കേരള സംസ്ഥാനത്തിൻ്റെ സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്. കേരളം ഒട്ടുക്കും ഡിജിറ്റൽ സാക്ഷരതയിൽ സമ്പൂർണ്ണമാകണം എന്ന ഉദ്ദേശത്തോടു കൂടി സാക്ഷരതാ മിഷൻ്റെ നേതൃത്വത്തിൽ കേരള ഗവൺമെൻറ് മുന്നോട്ട് വെച്ച ഒരു പദ്ധതിയാണ് ഈ മുറ്റം. ആ ഈ മുറ്റം പദ്ധതിക്ക് ഒരു വേള പ്രചോദനമായത് ഈ വില്ലേജ് ആണെന്ന് പറയുമ്പോൾ മണക്കെടുവുകാരൻ്റെ ഓരോ മണക്കെടുവുകാരും അഭിമാനത്തോടുകൂടെ സമീപിക്കാൻ കഴിയുന്ന, ചിന്തിക്കാൻ കഴിയുന്ന, ആസ്വദിക്കാൻ കഴിയുന്ന സംഭവമാണ്. ഈ വില്ലേജ് മുന്നോട്ട് വെച്ച കാര്യങ്ങളാണ് ഈ മുറ്റമായിട്ട് സാക്ഷരതാ മിഷൻ്റെ ആൾക്കാർ തന്നെ പറഞ്ഞതാണ്. നമ്മളെ ഇവിടുന്ന് യാസർ ഇതിനെപ്പറ്റി കംപ്ലീറ്റ് സമ്പൂർണ്ണമായി ഇതിൻ്റെ നാൾവഴികൾ തയ്യാറാക്കി സാക്ഷരതാ മിഷൻ്റെ ഓഫീസിൽ കൊണ്ടുപോയി അവർക്ക് സമർപ്പിക്കുകയും അതിൽ നിന്നാണ് കേരളം അങ്ങോളം ഇങ്ങോളം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ മുറ്റം പദ്ധതിയുടെ പ്രചോദനം എന്നതും നമ്മുടെ നാട് അഭിമാനം, മണക്കടവ് നമ്മുടെ അഭിമാനം എന്ന് പറയാൻ എന്തുകൊണ്ടും മുന്നിൽ നിൽക്കുന്നതാണ്. ഞാൻ ചുരുക്കുകയാണ്, ഈ വില്ലേജ് എന്ന സംവിധാനം ഈ നാടിനോട് ചുറ്റി നിൽക്കുന്ന ഒരു സംവിധാനമാണ്. അതിൽ കക്ഷിയില്ല, രാഷ്ട്രീയമില്ല, ജാതി മത വർണ്ണ വ്യത്യാസങ്ങളില്ലാതെ ഈ നാട്ടുകാർക്കെല്ലാവർക്കും അഭിപ്രായം പറയാനും അഭിപ്രായം കേൾക്കാനും നമ്മുടെ പ്രതികരണങ്ങൾ അറിയിക്കാനും പറ്റിയ രൂപത്തിൽ വളരെ വിശാലമായി കിടക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ വില്ലേജ്. ആ ഈ വില്ലേജിൻ്റെ നേതൃത്വത്തിൽ ഈ കഴിഞ്ഞ 14-ാം തീയതി ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്, ആഗസ്റ്റ് 14-ാം തീയതി വൈകുന്നേരമാണ് ഈ ചടങ്ങ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോഴത്തേക്കാണ് നമ്മുടെ ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ, വയനാട്ടിലെയും പിന്നെ നമ്മുടെ ഈ കുറ്റ്യാടിയിലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ, ആ പ്രയാസങ്ങൾ നടുവിൽ നിന്ന് ഒരാഘോഷം വേണ്ടെന്ന് വെക്കുകയും അത് നീട്ടിവെക്കുകയും ചെയ്താണ് ഇന്ന് നടത്തിയത്. ഇന്ന് നടത്തിയ പരിപാടി സദസ്സ് ഭംഗിയായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ നാട്ടിലെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ജനിച്ച ആളുകളെ ഇവിടെ ആദരിച്ചത്. ഇന്ന് ഈ സദസ്സ് ഏറ്റവും ഭംഗിയാക്കുന്ന, സന്തോഷകരമാക്കുന്ന, മണക്കടവിലെ ഓരോ കുട്ടികളെയും അഭിമാന പുളകിതരാക്കുന്ന ഒരു ആദരവ് നമുക്കിവിടെ കൊടുക്കാൻ ഭാഗ്യമുണ്ടായിരിക്കുകയാണ്. ഷിബു സാർ, DYSP ഷിബു സാർ, ഇദ്ദേഹം മണക്കടവുകാരൻ, അതോടൊപ്പം തന്നെ കേരള മുഖ്യമന്ത്രിയുടെ ആദരവ് വാങ്ങിയ ഒരു DYSP ആണിത്. ഇതിൽ ഭേദം ഈ നാടിന് അഭിമാനിക്കാൻ എന്താണ് വേണ്ടത് സുഹൃത്തുക്കളെ? ഈ നാടിന് അഭിമാനം കൊണ്ട് അഭിമാനത്തിന് ഉത്തുംഗത്തിലെത്തിയ ഒരു നിമിഷത്തിലാണ് നാം ഇവിടെ നിൽക്കുന്നത്. ഈ ഷിബു സാറിനെ ആദരിക്കുന്നത് നമ്മുടെ MLA ആണ്. എന്തുകൊണ്ടും സന്തോഷം. ഇനി വാക്കുകൾക്ക് ക്ഷാമം നേരിടുന്ന സമയമായതുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.